യൂണിവേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നമ്മൾ സാധാരണഗതിയിലായി വണ്ടികളിൽ വെള്ളപ്പുകയും കാര്യങ്ങളും ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ വണ്ടികളിൽ ഓയിൽ ചെലവ്, പ്ലഗ് അടിച്ചു പോക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണഗതി വെള്ളപ്പുക, ഇപ്പോൾ സൈലൻസറിൽ നമ്മൾ റേസ് ചെയ്യുമ്പോഴത്തേന് വെള്ളപ്പുക സാധാരണഗതി വണ്ടികളിൽ കാണുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ട് വന്ന ഒരു എക്സ്ട്രീമാണ് ഇത്. അപ്പം സൈലൻസറിൽ കൂടെ വെള്ളപ്പുകയും കാര്യങ്ങളും, പ്ലഗ് അടിച്ചു പോക്ക്, വണ്ടിക്ക് വലിവ് കുറവ്, മൈലേജ് വിഷയങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ വണ്ടിയിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പുകയൊന്ന് നമുക്കൊന്ന് നോക്കിയാൽ പറയുന്ന പേരാണ് സിലിണ്ടർ കംപ്ലൈൻറ്റ്, അതായത് പിസ്റ്റൺ റിൻസ് കംപ്ലൈൻറ്റ്. അപ്പം നമ്മൾ ഈ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചപ്പോൾ വെള്ളപ്പുക വന്നുള്ള കേസുകൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയുടെ പുകയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ വരാനുള്ള ചാൻസ് എന്നുള്ള ഒരു വീഡിയോ കൂടെയാണ് നമ്മൾ ഇന്നിപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പം സിലിണ്ടർ. ഒരു പിസ്റ്റൺ നമ്മൾ കാണിച്ചു, പിസ്റ്റണിനകത്ത് റിൻസും കാര്യങ്ങളും നമ്മൾ കാണിച്ചു. ഈ റിൻസും കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഇനിയിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഈ റിൻസ് ഇതാണ് വണ്ടിയുടെ ഓയിൽ റിൻസ്. ഈ ഓയിൽ റിൻസിൻ്റെ തേയ്മാനവും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേനാണ് വണ്ടിയിൽ നിന്ന് സാധാരണ രീതി വെള്ളപ്പുക, അതായത് ഓയിൽ ചെലവ് കാര്യങ്ങളും നമുക്ക് വളരെയധികം കൂടുന്നത്. അപ്പം ഈ ഓയിൽ ചെലവ് വരാതിരിക്കാനുള്ള കേസായിട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ സിലിണ്ടർ ബോറിങ്ങോ, പിസ്റ്റൺ സിലിണ്ടറോട് പുതിയ കിറ്റ് ഒരെണ്ണം കയറ്റി വെക്കുമോ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഓയിൽ ചെലവും കാര്യങ്ങളും കുറഞ്ഞ് കിട്ടും. മൈലേജും കാര്യങ്ങളും കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിക്ക് പിക്കപ്പും കാര്യങ്ങളും കൂടും. ഇപ്പോൾ നമ്മുടെ ഇത് പാർട്ട് 1 ആണ് ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. നമ്മുടെ പാർട്ട് 2 നമ്മുടെ വീഡിയോ അടുത്ത ചാനൽ നമ്മൾ ഇത് അയക്കുന്നതും കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.